ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചീര കൊണ്ടുള്ള തോരനാണ് കേട്ടോ. ഈ ചീരയിലെയും പച്ചമുളക്, തേങ്ങ ചതച്ചതും പച്ചമുളകും കൂടെ ചതച്ചതും തോരന് വേണ്ടി അരിഞ്ഞു വെച്ചതുമാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് സ്റ്റവ് ഓണാക്കുക. പച്ചമുളകും നാളികേരം ചതച്ചത് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാൻ കല്ലുപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. തള വന്നതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ചീരയില ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാത്രം കൊണ്ട് അടച്ച് വെക്കുക. ഇലക്കറികളും പച്ചക്കറികളും പാചകം ചെയ്യുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈറ്റമിൻസ് നഷ്ടപ്പെടാതിരിക്കും. അല്പസമയം കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചീര വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വറ്റിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടച്ച് വെക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഗ്യാസ് ഓഫാക്കി തണുക്കട്ടെ. ചോറിൻ്റെ കൂടെ തോരനും ചേർത്ത് നന്നായിട്ട് കഴിക്കാം. ഇന്ന് ചോറും ചീരയില തോരനും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ബട്ടൺ അമർത്തുക, ലൈക്കും ചെയ്യുക. എന്തേ പായതൊന്ന് ഇട്ട് വയ്ക്കുക. എല്ലാവർക്കും നന്ദി.